നിങ്ങളിൽ പലരും മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നവരാണ്. മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നതിനായിട്ട് പല ഓപ്ഷനുകളാണ് ആളുകൾ യൂസ് ചെയ്യുന്നത്. കുറേ ആളുകൾ ബ്രോക്കർമാരെ സമീപിക്കുന്നുണ്ട്, കുറേ ആളുകൾ ഓൺലൈനായിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ സമീപിക്കുന്നുണ്ട്, പല ആളുകളും ഡയറക്റ്റായിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ സൈറ്റിനെയോ ഡയറക്റ്റായിട്ടുള്ള ഓഫീസുകളെയോ സമീപിക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയൊരു സംവിധാനം വന്നിട്ടുണ്ട്. അതിൻ്റെ പേരാണ് Mfcentral എന്ന് പറയുന്നത്. ഇതാണ് Mfcentral എന്നും നമ്മളിപ്പോൾ ഉള്ള സാധാരണക്കാർക്ക് ഈ Mfcentral ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നും ഭാവിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള അറിയാനായിട്ട് ഈ വീഡിയോ അവസാനം വരെ കാണാം. 3 വീഡിയോകൾ ഓരോ ആഴ്ചയും നിങ്ങൾക്ക് വേണ്ടി പല പേഴ്സണൽ ഫിനാൻസ് കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. എല്ലാം നിങ്ങൾ കാണുന്നുണ്ട് എന്ന് കരുതുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാനുള്ള നമ്പറാണ് 8848030018. ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് mfcentral.com എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റിനെ പറ്റിയിട്ടാണ്. ഇത് നമ്മളെപ്പോലുള്ള സാധാരണ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റർമാർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതൊരു കോമൺ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പലതരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ, പല മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെ പലതരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ, അതിൽ നമുക്ക് ഓരോരുത്തർക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ അറിയാനും ട്രാൻസാക്ഷൻ നടത്താനും അതിൻ്റെ മറ്റുള്ള ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങൾ നടത്താനും ആയിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുള്ളൊരു സൈറ്റാണിത്. ഇത് സെറ്റപ്പ് ചെയ്തിട്ടുള്ള ആരാണെന്ന് ചോദിച്ചാൽ ക്യാംസ് എന്നും കാർവി എന്നും പറഞ്ഞിട്ടുള്ള 2 ഓർഗനൈസേഷൻസ് കൂടിയിട്ടാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്യാംസ് എന്നും കാർവി എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട് രജിസ്ട്രാർ കമ്പനികളാണ്. അതായത് നമ്മൾ ഈ ഏത് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുമ്പോഴായാലും അതിൻ്റെ ബാക്ക് എൻഡ് ആക്ടിവിറ്റികളും മറ്റുള്ള ട്രാൻസാക്ഷണൽ ആയിട്ടുള്ള ആക്ടിവിറ്റികളും നടത്തുന്നത് ഈ ക്യാംസോ കാർവിയോ പോലുള്ള കമ്പനികളാണ്. അപ്പോൾ അവർ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മറ്റെല്ലാ മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെയും ഒരു ആകെത്തുക നിങ്ങൾക്ക് ഒറ്റയടിക്ക് ലഭിക്കാനും അതിൽ മറ്റുള്ള കാര്യങ്ങൾ നടത്താനുമായിട്ടുള്ള ഒരു സംവിധാനമാണ് Mfcentral. വളരെ ഉപകാരപ്രദമായിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു പ്ലാറ്റ്ഫോമാണിത്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, അതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതൊന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ mfcentral.com എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യാണ് വേണ്ടത്. ആദ്യം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് mfcentral.comൻ്റെ വെബ്സൈറ്റ് കിട്ടും. അതിൽ നിങ്ങൾക്ക് പുതിയതായിട്ടാണ് നിങ്ങൾ Mfcentral വരുന്നതെന്നുണ്ടെങ്കിൽ സൈൻ അപ്പ് ഓപ്ഷനും ഓൾറെഡി നിങ്ങൾ സൈൻ അപ്പ് ചെയ്തിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ സൈൻ ഇൻ ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. സൈൻ അപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ പാൻ നമ്പർ, മൊബൈൽ നമ്പർ എന്നിവ ആദ്യമേ കൊടുക്കണം. അങ്ങനെ പാൻ നമ്പറും മൊബൈൽ നമ്പറും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അങ്ങനെ OTP വന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനുള്ള പാസ്വേഡും കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ പാസ്വേഡ് കൺഫേം ചെയ്യുന്നതിനായിട്ട് അല്ലെങ്കിൽ ഒരു 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യനുകൾക്കുള്ള ആൻസറുകൾ കൊടുക്കാനായിട്ട് സാധിക്കും. ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ 5 ക്വസ്റ്റ്യനുകൾ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലോഗിൻ നടത്താനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി അങ്ങനെ നിങ്ങൾ യൂസർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത തവണ നിങ്ങളുടെ പാൻ കാർഡ് നമ്പറും നിങ്ങളുടെ പാസ്വേഡും നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ പാൻ നമ്പറിനോട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈലിലേക്ക് വരുന്ന OTP ഉപയോഗിച്ചും നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ലോഗിൻ ചെയ്യുമ്പോൾ ഈ പാൻ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളും, എല്ലാ പോർട്ട്ഫോളിയോകളിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ടുള്ളതോ റെഗുലർ ആയിട്ടുള്ളതായിട്ടുള്ള എല്ലാ ഫണ്ടുകളും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ഏജൻറ്റ് വഴി നിങ്ങൾ കുറച്ച് മ്യൂച്വൽ ഫണ്ട് എടുത്തിട്ടുണ്ട്, പിന്നെ മറ്റ് ഏതെങ്കിലും പ്ലാറ്റ്ഫോം വഴി നിങ്ങൾ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം ആകത്തുക നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമ്മൾ ഓരോ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഇന്ന മ്യൂച്വൽ ഫണ്ടിൽ ഇത്ര, ഇന്ന സ്കീമിൽ ഇത്ര എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അവിടെയും അതും കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇതിലുള്ള സർവീസുകൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്തുള്ള സർവീസുകൾ എന്താണെന്ന് വെച്ചാൽ ഇതിൽ നോമിനീസ് രജിസ്റ്റർ ചെയ്യാം, മറ്റുള്ള കുറച്ച് ബാക്ക് എൻഡ് ആയിട്ടുള്ള അപ്ഡേഷൻസ് വരുത്താൻ മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ ഫ്യൂച്ചറിൽ ഈ സൈറ്റ് വഴി തന്നെ നിങ്ങൾക്ക് പുതിയ മ്യൂച്വൽ ഫണ്ടുകൾ സ്റ്റാർട്ട് ചെയ്യാം, പുതിയ SIPകൾ സ്റ്റാർട്ട് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങളൊന്ന് ട്രൈ ചെയ്തോളൂ. ഇത് ഫ്രീ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്, ഒരു ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മൊത്തമായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളുടെ കാര്യം കാണാനും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബാക്ക് എൻഡ് ആക്ടിവിറ്റികൾ നടത്താനും ഭാവിയിൽ ട്രാൻസാക്ഷൻ നടത്താനുമായിട്ട് Mfcentral യൂസ്ഫുൾ ആകുമെന്നാണ് കരുതുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആസ്ക് ടു വിമൻ സർവീസിൻ്റെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.